ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി. ഇന്ത്യ പാക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നും സമാധാനപരമായിരിക്കുന്ന ഒരു യുദ്ധവിരാമം തങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിന് സഹകരിക്കണം എന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഇന്ത്യയുടെ സർക്കാരിൻ്റെ പ്രതിനിധിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു ചർച്ച പാകിസ്ഥാനുമായിട്ട് നടത്തുകയും അത് ഏറെക്കുറെ അവർക്ക് താല്പര്യമുള്ള രീതിയിലുള്ള മറുപടിയാണ് കിട്ടിയത് എന്നുള്ളതും ഇന്ത്യ സഹകരിക്കുന്നതോടനുബന്ധിച്ച് ഏറെക്കുറെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾക്കൊരു ഒരു കരാർ വ്യവസ്ഥയിലെത്താം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അതോടനുബന്ധിച്ച് കറാച്ചിയിൽ ലാഹോറിൽ തുടർ സ്ഫോടനം നടന്നിരിക്കുന്ന വിവരം പുറത്തു വന്നു. അതിശക്തമായിരിക്കുന്ന സ്ഫോടന പരമ്പര തന്നെ 3 ഇടങ്ങളിലായി ലാഹോറുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നു എന്നുള്ളതും ഈ സ്ഫോടനം നടത്തിയതിന് പിന്നിൽ ആരാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിൻ്റെ പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നത് ഇന്ത്യയാണ് നടത്തിയത് എന്നുള്ളത് പാകിസ്ഥാൻ ആരോപിച്ചിട്ടില്ല എന്നതിനാൽ അവിടെയുള്ള തീവ്രവാദികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റോ സ്ഫോടനം നടത്തിയതാണ് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കറാച്ചി എയർപോർട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടച്ചിരുന്നു. അതോടൊപ്പം തന്നെ ലാഹോർ എയർപോർട്ട് അടക്കാനുള്ള സാധ്യതകളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഈ പേര് ഇട്ടുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് ഇന്ത്യൻ സൈനികർ നേതൃത്വം കൊടുക്കുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈനികർ സാധിച്ചു എന്നുള്ളതാണ് പ്രശംസനീയമായിരിക്കുന്ന വിവരമായിട്ട് പല ലോക മാധ്യമങ്ങളും ഇത് പറയുന്നത്. ഭീകരവാദികളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് 9 ഇടങ്ങളിൽ വളരെ കൃത്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തി. സാധാരണക്കാർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷ്മമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തുകയും ആ ശ്രദ്ധയോടനുബന്ധിച്ചുള്ള അക്രമത്തോടനുബന്ധിച്ച് ഇന്ത്യക്ക് വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച വന്നിരിക്കുകയാണ്. 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് കൃത്യ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതോടനുബന്ധിച്ച് പാകിസ്ഥാൻ ഗ്രാമീണ മേഖല ആക്രമിക്കുകയും 15ഓളം ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്തതും വലിയ പ്രതിഷേധമായി. യഥാർത്ഥത്തിൽ അവർ നിരപരാധികളാണ്, സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയവും ഇടപെടാത്ത വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യുദ്ധക്കുറ്റമാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ആക്രമിക്കുന്ന സൈനികർക്ക് നേരെ അല്ലാതെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് ആ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മരണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ ഈ തുർക്കിയും ചൈനയും ഇവർക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് സഹായം നൽകിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടിൻ്റെ ഇടയിൽ തന്നെ വന്നിരുന്നു. അതോടനുബന്ധിച്ച് തന്നെ തുർക്കി അത് നിഷേധിക്കുകയും ചെയ്തു, തങ്ങൾ അങ്ങനെ പാകിസ്ഥാനെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ശത്രുപക്ഷം കണ്ടുകൊണ്ട്, അതായത് ഇന്ത്യ ശത്രുവാക്കിക്കൊണ്ട് പാകിസ്ഥാനെ ചൈന സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. മറ്റേതൊരു രഹസ്യമായ രീതിയിൽ പാകിസ്ഥാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ, ആരെങ്കിലും പിന്നിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അവർ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ പഹൽഗാമിൽ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഇത്ര ശക്തമായ രീതിയിൽ തിരിച്ചടി ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു തിരിച്ചടിയിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ തന്നെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടായിരിക്കുകയാണ്. അവർക്കൊരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൈനികർ ഒരു തരത്തിലാണ് സംസാരിക്കുന്നത്, ഗവൺമെൻറ് മറ്റൊരു തരത്തിലാണ് സംസാരിക്കുന്നത്. ഈ ഭീകരവാദ സംഘമായിരിക്കുന്ന വിഭാഗങ്ങൾ മറ്റൊരു തലത്തിൽ സംസാരിക്കുന്നു. അവർ പറയുന്നു പാകിസ്ഥാൻ്റെ സൃഷ്ടിയാണ് ഭീകര സംഘം എന്നുള്ളത് ഏറെക്കുറെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഭീകര സംഘങ്ങൾക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാന് ഞങ്ങളുടെ സുരക്ഷയും കൂടി നോക്കേണ്ടതുണ്ട്. അത് നോക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തിലാണ് ഭീകരവാദിയുടെ കുടുംബത്തിൽപ്പെട്ട 10ഓളം ആൾ കൊല്ലപ്പെട്ടത്. അത് പാകിസ്ഥാൻ സ്വീകരിച്ചു, ഇന്ത്യ സ്വീകരിച്ചു. അതിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പാകിസ്ഥാൻ മീഡിയകളിലും ഇന്ത്യൻ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സംഭവം നടന്നത് സാധാരണക്കാരാണ് എന്ന് അവർ തന്നെ അവകാശപ്പെട്ടിട്ടില്ല. ഈ പറയപ്പെട്ട ഭീകരവാദിയുടെ ബന്ധുക്കളാണ്, അവർ താമസിച്ച ഇടങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏകോപനത്തോടു കൂടി ഇന്ത്യ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ വലിയ പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഗ്രാൻഡ് മുഫ്തി പോലും പാകിസ്ഥാന് എതിരെ വിമർശിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇന്ത്യ ആക്രമിക്കുന്നത്? അന്യായം തെറ്റ് മുഴുവനും ചെയ്തു വെച്ചത് നമ്മളാണ്. കാശ്മീരിൽ വെടിവെപ്പുണ്ടാക്കിയത് നമ്മളാണ്. നിരപരാധികളെ കൊല്ലാൻ വേണ്ടിയിട്ട് മതം അനുവദിക്കുന്നില്ല.
എന്തിനാ അത് ആക്രമണം? അവരുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് നിരപരാധികളായിരിക്കുന്ന ആൾക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യവും അറിയാത്ത, യുദ്ധവും ഇന്ത്യയുടെ അതിർത്തിയും അതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും അറിയാതെ ടൂറിസ്റ്റുകളെ പോലെ നാട് കാണാൻ പോയവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു മത നിയമ വ്യവസ്ഥയിലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അത്ര ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ആര് ചെയ്തത്? പാകിസ്ഥാൻ ചെയ്തത് എന്ന് ആരാ പറയുന്നത്? അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി തന്നെ സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. മാത്രവുമല്ല, അദ്ദേഹം ഒരു ചോദ്യം കൂടി ചോദിച്ചു എന്നാണ്. ഇതിപ്പോൾ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ ആരാണ് പാകിസ്ഥാനെ പിന്തുണക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരോട് കൈ പൊക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ്. വളരെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് പാകിസ്ഥാന്, നൂറുകണക്കിന് ആളുകളുള്ള ആ സദസ്സിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് പാകിസ്ഥാൻ അനുകൂലമായിരിക്കുന്ന കൈപൊക്കിയത്. ബാക്കി എല്ലാവരും പാകിസ്ഥാന് എതിരാണ് എന്ന് തന്നെ വളരെ കൃത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നിലപാടുകളും സമീപനങ്ങളും തെറ്റാണ്. ഒരു രാജ്യത്തിന് കൃത്യമായിരിക്കുന്ന അതിർത്തി വരച്ചുകൊണ്ട് ഷിംല കരാർ വ്യവസ്ഥ പ്രകാരം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റു രാജ്യത്തിൻ്റെ അതിർത്തി കയറാൻ പാടില്ല, അവിടെ കയറിക്കൊണ്ട് നിരപരാധികളെ കൊല ചെയ്യാൻ പാടില്ല, അവർക്ക് നേരെ ആക്രമണം ഉണ്ടാക്കാൻ പാടില്ല. അത് രാജ്യാതിർത്തിയുടെ അല്ലെ അന്താരാഷ്ട്ര മര്യാദയുടെ ലംഘനമായിട്ട് തന്നെ കണക്കാക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. സർക്കാർ ഒരു തലത്തിൽ അഭിപ്രായം പറയുന്നു, ഈ അവരുടെ സൈനികർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പാകിസ്ഥാൻ്റെ സൈനികർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഏത് കേന്ദ്രീകരിച്ച് ആക്രമിക്കണം, എങ്ങനെ ആക്രമിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത് നല്ല പരിചയമുണ്ട്. അവർക്ക് എത്രത്തോളം ശക്തിയുണ്ട്, എത്രത്തോളം ബലമുണ്ട്, എത്രത്തോളം പ്രതിരോധ സംവിധാനമുണ്ട്, ആ രാജ്യത്തിലെ സർക്കാർ എങ്ങനെയാണ്, അവിടുത്തെ സൈനികരെങ്ങനെയാണ്, അവിടുത്തെ ഭീകരവാദികൾ എങ്ങനെയാണ്, അവർക്ക് ഏകോപനമുണ്ടോ, ഏകോപനമില്ല, ഇത് കൃത്യമായ രീതിയിൽ അറിയുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 ദിവസമായിട്ട് അവരത് ആസൂത്രണം ചെയ്ത് സംവിധാനിക്കുകയാണ്. അത് കരനാവിക വ്യോമസേനകളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ആക്രമിക്കേണ്ട കൃത്യമായ രീതിയിലൊക്കെ അതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിനോട് കൂടിയിട്ട് അവർ ആ ആക്രമണത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേട്ടം. 1974 ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം പാകിസ്ഥാന് നേരെ ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ്. പ്രതിരോധ എല്ലാ സംവിധാനവും തകർത്തു. ഇത്തരം അക്രമ കാര്യങ്ങൾ ഉണ്ടായിക്കാണെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ചൈന ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ചൈനയുടെ ഭാഗത്തുനിന്ന് അത് സ്ഥിരീകരണ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നാൽ ചില മീഡിയകൾ അങ്ങനെ പറയുന്നുണ്ട്. റഡാർ സംവിധാനമൊക്കെ ചൈനയുടേതാണ് ഉപയോഗിച്ചത്. ചൈനയുടെ എല്ലാ റഡാർ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ചത്. അപ്പോൾ അത് ചൈനക്കും കൂടി ഒരു പാഠമായിട്ട് ഇന്ത്യ അല്ലെങ്കിൽ ചൈന മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കൊക്കെ ഇത്രേ ശേഷിപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ പാലസ്തീനിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ്, അവർ അയൺ ഡോം പോലെയുള്ള സംവിധാനത്തിൽ ഇത്രയൊക്കെ ശക്തിയുള്ളൂ, അത് ശക്തമായിരിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ട് ഇട്ടുകയാണെങ്കിൽ തകരാൻ മാത്രമേ ശക്തിയുള്ളൂ എന്ന് അവർ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. അതിൻ്റെ ആന്തരികമായിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ചോർന്നു പോയിരിക്കുന്നു എന്നതിനാൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ശക്തമാക്കിക്കൊണ്ട് അതിനെയും കവച്ച് വെട്ടിയിട്ട് ലക്ഷ്യം കാണാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ യമൻ പോലെയുള്ള രാജ്യങ്ങൾ ഒരുക്കിയത്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധവും തകർന്നു പോകുന്നത്. ടാഡ് സംവിധാനമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഈ പ്രതിരോധ സംവിധാനമായിട്ട് അമേരിക്ക തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയാണ്. അതും തകർന്നു പോയി. അപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൈനികരുടെ കൈവശത്തിൽ അവരുപയോഗിക്കുന്ന ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു രഹസ്യവും ഇപ്പോഴും ചോർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൊണ്ട് ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണമായിട്ട് വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്. ഇറാനും ഇന്ത്യയും വലിയ സൗഹൃദ രാജ്യമാണ്. അവിടെ ഒരു സീപോർട്ട് പോലും ഉണ്ടാക്കിയത് ഇന്ത്യയുടെ തൊഴിലാളികൾ വെച്ചാണ്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടാണ് അതിന് കരാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് വലിയ സൗഹൃദം, വലിയ ബന്ധങ്ങളും ഇന്ത്യയും ഇറാനും തമ്മിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അത് ഇറാനെയും ബാധിക്കും. അതുകൊണ്ട് യുദ്ധം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇറാൻ്റെ അഭിപ്രായം. ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഈ വിഷയം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാണ്, സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളത് തങ്ങളുടെ ആഗ്രഹമാണ്, അതായിരിക്കും ഏറ്റവും ഗുണപരമായിരിക്കുന്ന കാര്യം. കാരണം യുദ്ധം തുടങ്ങിയ ഒരു മേഖലയും യുദ്ധം അവസാനിച്ചിട്ടില്ല. അത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങി കൊല്ലം 4 അവസാനിച്ചിട്ടില്ല. പലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങി 1.5 വർഷം കഴിഞ്ഞു, അവസാനിച്ചിട്ടില്ല. അപ്പോൾ നീണ്ടുപോകുന്ന ഒരു സംവിധാനം ഇല്ലാതിരിക്കാൻ വേണ്ടി സമാധാനപരമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങൾക്ക് വലിയ ആഗ്രഹവും താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. അതോടനുബന്ധിച്ചാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അവർ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇന്ത്യയിൽ ഡൽഹിയിൽ അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്നു. ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പ്രാഥമികമായിരിക്കുന്ന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പാകിസ്ഥാൻ്റെ നിലപാടിന് ആദ്യം തന്നെ എതിർത്ത രാജ്യങ്ങളൊന്നും ഇറാനുണ്ട്.
ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് എതിർത്തിട്ടുണ്ട്, അമേരിക്ക എതിർത്തിട്ടുണ്ട്. ഭീകരാക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും അതിൻ്റെ വേര് പോലും പീതറിയേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതും ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞ കാര്യമാണ്. അവർ തന്നെ നേരിട്ട് കൊണ്ട് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി താല്പര്യം പറഞ്ഞിരുന്നു. എന്നാൽ അത് ഇന്ത്യ ആ സമയത്ത്, ആ മുഹൂർത്ത സമയത്ത് അത് അനുവദിച്ചിട്ടില്ല എന്നതിനാലാണ് UN സഭ കുറച്ച് പുറകോട്ട് പോയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇറാൻ്റെ മധ്യശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് തുടർ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.